ഹലോ, അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ കാണിക്കാൻ പോകുന്നത് സ്ട്രോബെറി ജാമാണ്. നമ്മുടെ മിക്ക കുട്ടികളുടെയും ഫേവറേറ്റ് ആയിട്ടുള്ള ഒന്നാണല്ലോ ജാം. അപ്പോൾ നമുക്കത് ഈസി ആയിട്ട് തന്നെ നമ്മുടെ വീട്ടിൽ ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ. നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഫ്രൂട്ട്സൊക്കെ വെച്ചിട്ട് ചെയ്യാവുന്നതാണ്. പൈനാപ്പിൾ, ആപ്പിൾ ഇതൊക്കെ വെച്ചിട്ട് നമുക്കിതുപോലെ ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. കടയിൽ നിന്ന് വാങ്ങുന്ന അതേ ഒരു ടേസ്റ്റിൽ തന്നെയാണ് നമുക്കിത് കിട്ടുന്നത്. അതുപോലെ ഫ്രഷ് ഫ്രൂട്ട്സ് വെച്ചിട്ട് നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്നതുകൊണ്ട് കുഞ്ഞുങ്ങൾക്കൊക്കെ നമുക്ക് ധൈര്യമായിട്ട് കൊടുക്കാവുന്നതാണ്. വളരെ ഈസിയാണ്. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. Welcome to Nathoons Nest. ഞാനിവിടെ ഒരു 500 ഗ്രാം സ്ട്രോബെറിയാണ് എടുത്തിട്ടുള്ളത്. ഇപ്പം സീസൺ ആയ കാരണം നമുക്ക് നല്ല വിലക്കുറവിലും ഓഫറിലൊക്കെ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. ഇനി ഇതുപോലെ അല്ലെങ്കിൽ ഇതിലും ഒന്നും കൂടെ ചെറുതായിട്ടോ കട്ട് ചെയ്തെടുക്കുക. മിക്സിയിലിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല പേസ്റ്റ് രൂപത്തിൽ ജാം കിട്ടും. അടുത്തതായിട്ട് ഞാനൊരു 3/4 കപ്പ് പഞ്ചസാരയാണ് എടുത്തിട്ടുള്ളത്. നല്ല മധുരം ഇഷ്ടമുള്ളവരാണെന്നുണ്ടെങ്കിൽ ഒരു കപ്പൊക്കെ പഞ്ചസാര ആഡ് ചെയ്യാവുന്നതാണ്. അടുത്തതായിട്ട് 1 ടേബിൾ സ്പൂൺ ലെമൺ ജ്യൂസും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. ഈ ഒരു 3 ഇൻഗ്രീഡിയൻസ് മാത്രം മതി നമുക്ക് ജാം റെഡിയാക്കാൻ. എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം മാത്രം നമ്മൾ ഫ്ലെയിം ഓൺ ചെയ്താൽ മതി. ഇടയ്ക്കിടെ നന്നായിട്ട് ഇളക്കി കൊടുക്കാൻ മറക്കരുത്, അല്ലെങ്കിൽ അടിയിൽ പിടിക്കാൻ സാധ്യതയുണ്ട്. നോൺ സ്റ്റിക്കിൽ ഉണ്ടാക്കുകയാണെങ്കിൽ ഏറ്റവും ബെറ്റർ. അപ്പോൾ പിന്നെ വല്ലാണ്ട് അടിയിലൊന്നും പിടിക്കത്തില്ല. നന്നായിട്ട് ഉടച്ചു കൊടുക്കുകയും വേണം. ഇപ്പം ഏകദേശമൊക്കെ നമ്മുടെ ജാം റെഡി ആയിട്ടുണ്ട്. അത്യാവശ്യം വെള്ളമൊക്കെ വറ്റി ഡ്രൈ ആയി തുടങ്ങിയിട്ടുണ്ട്. ഒരുപാട് ഡ്രൈ ആക്കി എടുക്കരുത്, കട്ടിയായി പോവും. ഇനി ഇതിൽ നിന്ന് ഒരു തുള്ളി എടുത്തിട്ട് ഒരു പ്ലേറ്റിലോട്ടിട്ട് ജസ്റ്റ് ഒന്ന് ചിരിച്ചു കൊടുക്കുക. അപ്പം വല്ലാണ്ട് താഴോട്ട് ഒലിച്ച് വരുന്നില്ലെങ്കിൽ അതാണ് അതിൻ്റെ കറക്റ്റ് ഫോം. ഈ ഒരു ഫോമിൽ നമുക്ക് ഏത് പാത്രത്തിലാണ് ഒഴിച്ച് വെക്കേണ്ടത് അതിലോട്ട് ഒഴിച്ചു കൊടുക്കുക. ഇല്ലെങ്കിൽ നമുക്ക് ചൂടാറിയതിന് ശേഷം നമുക്കത് ഒഴിച്ചു കൊടുക്കാനൊക്കെ ബുദ്ധിമുട്ടാവും. ഒരു ഗ്ലാസ് ബോട്ടിൽ നമ്മൾ ഇട്ട് വെക്കുകയാണെന്നുണ്ടെങ്കിൽ കൂടുതൽ നന്നായിരിക്കും. നമുക്കിത് ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെക്കാം. 1 മാസം വരെയൊക്കെ കേട് വരാതിരിക്കും. ഞാൻ 1 മാസം വരെയൊക്കെ വെച്ചിട്ടുള്ളൂ, കാരണം കുറച്ച് ഫ്രൂട്ട്സ് വെച്ചിട്ടാണ് എപ്പോഴും ഉണ്ടാക്കാറ്. അതുപോലെ തന്നെ നമുക്ക് ആവശ്യമുള്ളപ്പോൾ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യാം. അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല ഈസി റെസിപ്പിയാണ്, നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. താങ്ക് യു.